കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്ന് നടക്കാനിരിക്കുകയാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ഇന്ന് വൈകിട്ട് സന്ധ്യയ്ക്ക് ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ കൽപ്പാത്തി ദേവരഥ സംഗമമാകും. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, മന്ദക്കര ഗണപതി, വെള്ളി ദൈവാര സമേത സുബ്രഹ്മണ്യ സ്വാമി എന്നീ തേരുകളാണ് ഇന്ന് പ്രദക്ഷിണ വഴികളിൽ ഉണ്ടാകുക. കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തേരുകൾ ഇന്ന് പ്രദക്ഷിണ വഴികളിലേക്ക് എത്തും. അപ്പോൾ വൈകിട്ടുള്ള ദേവരഥ സംഗമത്തിനായി കാത്തിരിക്കുകയാണ് കൽപ്പാത്തി നിവാസികൾ. സച്ചിൻ വള്ളികാട് കൂടി ചേരുന്നുണ്ട്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൽപ്പാത്തിയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ ആവശ്യവുമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ് സച്ചിൻ, അല്ലേ? ഇത്രയും നേരം സച്ചിൻ കൽപ്പാത്തിയിലായിരുന്നു. PCR-ൽ നിന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു സച്ചിൻ കൽപ്പാത്തിയിലാണ്, മറ്റൊരു വാർത്തയ്ക്ക് വേണ്ടി സച്ചിൻ പോവുകയാണ്, അതുകൊണ്ട് കൽപ്പാത്തിയിൽ നിന്ന് ലൈവ് ഉണ്ടാകില്ല എന്ന്. അതിൻ്റെ ഒരു മനോഹാരിത മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ക്രീനിൽ എന്തായാലും സച്ചിൻ. കാരണം വിശ്വാസങ്ങൾക്കപ്പുറത്ത് മനോഹരമായ ഒരു കാഴ്ച കൂടെയാണ് കൽപ്പാത്തി. ആ തെരുവുകൾ, അവിടെയുള്ള രഥങ്ങൾ, രഥസംഗമം. പറയൂ വൈകിട്ടത്തെ ആ വിശേഷങ്ങളെക്കുറിച്ച്. തീർച്ചയായും ഇൻഷ, അത് തന്നെയാണ് ആദ്യമായി പറയാനുള്ളത്. കാരണം കൽപ്പാത്തിയുടെ ആ വർണ്ണമനോഹരമായ കാഴ്ചകൾ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. എന്നാൽ പോലും കൽപ്പാത്തിയിൽ ഇന്ന് വൈകിട്ടാണ് ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം കൽപ്പാത്തിയിൽ നടക്കുക. അതായത് പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, അതേപോലെ തന്നെ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം, മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള രഥങ്ങൾ കൽപ്പാത്തിയുടെ വീതികളിൽ വൈകിട്ടോടുകൂടെ പ്രയാണം ആരംഭിച്ച് ചരിത്രപ്രസിദ്ധമായ രഥസംഗമം കൽപ്പാത്തിയിൽ നടക്കും. വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയാണ് രഥസംഗമം നടക്കുക. ഈ രഥസംഗമം കാണാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും 1000-10,000-ഓളം ആളുകളാണ് കൽപ്പാത്തിയിൽ ഒഴുകിയെത്തുക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ സമാനമായ രീതിയിൽ കണ്ടതാണ്. 1-ാം തീയതി ദിവസവും അതേപോലെ തന്നെ 2-ാം തീയതി ദിവസമായി ഇന്നലെയും വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം തന്നെ കൽപ്പാത്തിയിൽ എത്തിയിരുന്നു. എല്ലാവരും തേര് വലിക്കുന്ന, അതായത് ചരിത്രപ്രസിദ്ധമായ സംഭവം തന്നെയാണ് കൽപ്പാത്തിയിൽ നടക്കാറുള്ളത്. ആ ചടങ്ങുകൾ കാണാനും അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കാനും കൽപ്പാത്തിയുടെ മനോഹാരിത മറ്റൊരു വീതികളിലും ലഭിക്കാത്ത തരത്തിലുള്ളൊരു മനോഹാരിതയാണ്. മുല്ലമൊട്ട് വിൽക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ പ്രാചീനമായ കളം വരക്കൽ, അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആകർഷണീയമായ ഒരു സ്ഥലം തന്നെ ക്ഷേത്രമാണ് കൽപ്പാത്തി. അതിനാൽ തന്നെ കൽപ്പാത്തിയിൽ ഇന്ന് വൈകിട്ടോടുകൂടെ മഹാരഥ സംഗമം നടക്കും. നിരവധി ആളുകൾ ഇന്ന് രാവിലെ മുതൽ കൽപ്പാത്തിയിൽ എത്തിയിട്ടുണ്ട്. രഥങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അതിൽ വലിയ മനോഹാരിത തീർക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള രഥങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിലൊക്കെ വലിയ വർണ്ണാഭമായ കാഴ്ചകൾ തന്നെയാണ്. അത് വൈകിട്ടോടുകൂടെ നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കും ഇൻഷാ.